ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രിക്ക് ടീച്ചർ. ട്രിക്ക് ടീച്ചർ ഇന്ന് +1 രണ്ടാമത്തെ ചാപ്റ്ററായ ഔഹനുൽ ബുയൂത്ത് എന്ന ഒരു അധ്യായത്തിൻ്റെ സാരാംശമാണ് ഇന്ന് ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കൃത്യമായ വരികൾക്കിടയിലൂടെ അർത്ഥം പറഞ്ഞു പോവുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഔഹനുൽ ബുയൂത്ത്. ഔഹനുൽ ബുയൂത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത വീട്, അല്ലെ ശാന്തിയില്ലാത്ത വീട് എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാൻ കഴിയും. നമ്മൾ ആദ്യത്തെ ഖണ്ഡികയിലേക്ക് പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഉരീദു ഫതാതൻ ജമീലത്തൻ തുനാസിബു വലദി സാലിമൻ താബഅത്ത് ഉമ്മു സാലിം ഹദീസഹ മഈ. ഞാനൊരു ഭംഗിയുള്ള പെൺകുട്ടിയെയാണ് ഉദ്ദേശിക്കുന്നത്. തുനാസിബു വലദി സാലിം, എൻ്റെ മകൻ സാലിമിന് വേണ്ടിയിട്ടാണ്. എന്നോടുമായിട്ടുള്ള സാലിമിൻ്റെ ഉമ്മയുടെ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. വക്കാലത്ത്, അവൾ പറഞ്ഞു, സാലിമിൻ ഷാബും മിസാലിയുൻ തഖറജ മിൻ കുല്യത്തിൽ ഹന്തസതി ബിദറജത്തിൻ ആലിയ. എൻജിനീയറിംഗ് കോളേജിൽ വെച്ച് ഉയർന്ന റാങ്കോടുകൂടെ പുറത്തു വന്ന ഒരു യുവാവാണ് എൻ്റെ മകൻ സാലിം. വബദഅ യുമാരിസു അമലഹു മുതമസ്സികം ബിദീനിഹി മുസ്തഖീമൻ ഫീ ഖുൽഖി. അങ്ങനെ അവൻ്റെ ജോലി ആത്മാർത്ഥതയോടുകൂടിയും ഇഷ്ടത്തോടുകൂടിയും ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ്റെ സ്വഭാവം വളരെ നന്നായിരുന്നു. യശഹദു ലഹു അഹ്ലുൽ ഖരിയതി കുല്ലുഹും ബിഅന്നഹു ഖദ് ജമഅ ദീന വദ്ദുനിയ. അങ്ങനെ അവൻ്റെ നാട്ടുകാർ മൊത്തം സാക്ഷ്യപ്പെടുത്തി അവൻ ദീനും ദുനിയാവും രണ്ടും ഒരുമിച്ച് കൂട്ടിയ ഒരാളാണെന്ന്. സഹീഹുൻ അന്നഹു ലാ യംലികുൽ കസീർ. ശരിയാണ്, അവന് ഒരുപാടൊന്നും സമ്പാദ്യമില്ല. ലാക്കിൻ മുസ്തഖ്ബിലുഹു സായിർ. പക്ഷേ അവൻ്റെ ഭാവി എന്തായാലും നന്നായിരിക്കും. ഹദഅത്ത് നഫ്സുഹ. അവൾ ശാന്തമാവുകയും വമസഹദ ദുമു അൽ ഫർഹില്ലത്തി ഫാളദ മിൻ ഐനിഹ. സന്തോഷത്തിൻ്റെ കണ്ണുനീർ അവരുടെ കണ്ണുകളിൽ നിന്നും ഉതിർന്നു വീണം. ഹനി അല്ലക്കി ഹയ്യത്തുൽ ഖാല. അമ്മായി, നിങ്ങൾ നിരാശപ്പെടാതിരിക്കൂ. വഖദ് ഖററത ഐനാകി ബിവലദിക ശാബൻ സ്വാലിഹൻ മുഫ്ലിഹൻ ഫിദ്ദാറൈനി ബിഇദ്നില്ല. അല്ലാഹുവിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ മകൻ രണ്ട് വീട്ടുകളിലും നന്നായിട്ട് സ്വാലിഹായിട്ട് ഉപകാരമുള്ളവനായിട്ട് മാറിയില്ലേ. വാദു അല്ലാഹ് സുബ്ഹാനഹു തആല, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളാം. അയ്യു തമ്മിമ ഫർഹതിക ബി ഉറൂസി മുഅ്മിനത്തിൻ മുനാസിബത്തിൻ ലി വലദിക. നിങ്ങളുടെ മകന് യോജിച്ച ഒരു ഇണയെ നൽകിക്കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. ഖാലത്ത് വലാകിന്നനി വഅതിബുക അലാ ഹദാ. അവൾ പറഞ്ഞു, ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ നിന്നെ സമീപിക്കും. ലിമ യാ ഖാല. അമ്മായി, എന്തിനു വേണ്ടിയിട്ടാണ്? ലിഅന്നക ലാ തുസൈദനി ഫീ ഹാദൽ അംർ. ഈ ഒരു കാര്യത്തിൽ നീ എന്നെ സഹായിക്കില്ലേ? ഫബ്തസമത്തിലെ കലാമിഹ. അവരെ സംസാരം നിർത്തിപ്പിച്ചുകൊണ്ട് വഖുൽതു, ഞാൻ പറഞ്ഞു, ഹൽ താരിഫൂന ഫാത്തിമ. നിങ്ങൾക്ക് ഫാത്തിമയെ അറിയാമോ? വഹിയ തദൂമു അലാ ജലസാത്തിൽ ഖുർആൻ. അവൾ നിത്യവും ഖുർആൻ പാരായണം ചെയ്യുന്നവളാണ്. വതഫ്തഹിമുൽ ആഖിബ ഫീ സബീലി തആത്തില്ലാഹി വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ മാർഗത്തിലും റസൂലിൻ്റെ പാതയിലും അവൾ അവളുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ്. ഖാലത്ത് മുസ്തഖിറ. ഒരു ബഹുമാനവുമില്ലാതെ അവൾ പറഞ്ഞു, മുറു ഹൈസ്നത്താനി വയസ്സുറുന സന. അവളുടെ വയസ്സ് 22 ഇബിനിയിലെ യതജാവസ് അറാബിയത്തി വൽ ഇഷ്രീൻ. എൻ്റെ മകനാകട്ടെ 24 വയസ്സും. ലാലാല ഇന്നഹ കബീറത്തസിൻ. നിശ്ചയം അവൾക്ക് വയസ്സ് കൂടുതലാണ്. ഹസന ഹദി. ആയിക്കോട്ടെ. റബാബു ബിന്ദു അൽ ഹാജ് ഇബ്രാഹിം. ഇബ്രാഹിം ഹാജിയുടെ റബാബി എന്ന് പറയുന്ന കുട്ടിയെ നിങ്ങൾക്കറിയില്ല. വഹിയ തുഖ്ഖിനു അൽ ഖിയാത്ത. അവൾക്ക് നന്നായിട്ട് തുന്നാനൊക്കെ അറിയാം. അമിൻ ഉസ്റത്തിൻ ത്വയ്യിബ. നല്ല കുടുംബത്തിലാണ്. മുതവാളിഅ. തൃപ്തിയുള്ള കുടുംബത്തിൽ. ലാക്കിൻ ലൻ തതജാവദ ഫീ ദിറാസത അൽ മർഹലത സാനവിയ. അവൾ +2 പഠനത്തിൽ കൂടുതൽ പഠിച്ചിട്ടില്ല. വൈബിനി യുഹിബു അൻ തകൂന സൗജതുഹു മുവല്ലഫ. എൻ്റെ മകന് ഇഷ്ടം അവൻ്റെ ഭാര്യ ഒരു ജോലിക്കാരിയാകാമെന്നാണ്, ഒരു ഉദ്യോഗസ്ഥ ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഫമ റഅയുകി അൻ ഖദീജ. നിങ്ങൾ ഖദീജയെ കണ്ടിട്ടില്ലേ? വയ തദ്റുസു ഫിൽ മർഹലത്ത് സനവിയത്തിൽ ആലിയ. അവൾ +2 കഴിഞ്ഞ് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ലാക്കിന്നഹ സംറ. ശരിയാണ്, പക്ഷേ അവൾ കറുത്തിട്ടാണ്. സുമയ്യ. ഓ, പിന്നെ സുമയ്യയുണ്ട്. അവളെ അറിയാമോ? സാമയക്കില്ല. ഇന്ന കസീറ ജിദ്ദ. അവൾ നീളം കുറഞ്ഞിട്ടാണ്, കുള്ളിയാണ്. ഫഖുൽതു വാന വഹവിലു ഖൽമൈലി. അമ്മായി, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞു. യാ ഖാല ഇംറഅത്തുൻ സാലിയത്തുൻ ഖൈറും വ ഇല്ലൻ തകുൻ ജമീല. ഓ അമ്മായി,
സ്വാലിഹത്തായ പെൺകുട്ടിയാണ് ഭംഗിയുള്ളവളേക്കാൾ ഉത്തമം. സുബ്ഹാനല്ലാ, അള്ളാഹുവേ, മങ്കാല ഇന്നനി ഉരീദു ഐറസാലിയ, ഞാൻ സ്വാലിഹത്തല്ലാത്തവളെയാണ് അന്വേഷിക്കുന്നതെന്ന് ആര് പറഞ്ഞു? ഉരീദു ഫതാത്ത റായിയ മുഅ്മിന യതവഫറു ഫിഹ അദ്ദീനു വദ്ദുന്യ, ഞാൻ അന്വേഷിക്കുന്നത് ഒരു റാഹത്തായിട്ടുള്ളൊരു പെൺകുട്ടിയെയാണ്. അവൾ വിശ്വാസിയും പൂർണ്ണ വിശ്വാസിയും അവളിൽ ദീനും ദുന്യാവും ഒരുമിച്ച് കൂടുകയും വേണം. ഖുൽതു, ഞാൻ പറഞ്ഞു, വതുഖ്സുദീന ബിദ്ദുന്യ അൻ തകൂന ജമീല ബലാ തവീല വസഗീറ സിന്നു വമല്ലഫ്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ദുന്യാവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവളുടെ ഭംഗിയും വെളുപ്പും നീളവും വയസ്സിൻ്റെ കുറവും അല്ലെങ്കിൽ പ്രായക്കുറവും ജോലിയുമൊക്കെയാണോ? വൈബിനി സാലിം യസ്തഹിഖു കുല്ലുഹാദ, എൻ്റെ മകൻ സാലിം ഇതൊക്കെ അർഹിക്കുന്നില്ലേ? മാ റയൂക്കി ഫി ഹാലത്ത ബിന്ദു അദ്നാൻ, നീ ഹാലിയുടെ മകൾ അദ്നാനിനെ കണ്ടിട്ടില്ലേ? അദ്നാനിൻ്റെ മകൾ ഹാലയെ കണ്ടിട്ടില്ലേ? ഫലഹറത്തിൽ ഖൈബത്തി വൽ അസ്റതി അല വജീഹ വഖാലത്, അവളുടെ മുഖത്ത് ദുഃഖവും കോപവും വന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, മുംതാസ, എക്സലൻറ്റ്, വലഹക്കിൻ യാൽ അസഫ്, സോറിയാണ്, ലഖദ് റഫള അഹ്ലുഹ ത്വലബി, ഞങ്ങളുടെ വിവാഹാലോചന അവർ നിരസിച്ചിരിക്കുന്നു. ഇന്ന അഹലഹ മാദിയുൻ, അവർ ദുനിയാവിനെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ ആ സംഭാഷണം തുടർന്നു പോവുകയാണ്. ലാല യ ഖാല മാ വജദ അഹ്ലുഹ ഫി ഇബ്നിക ശുറൂതു ദുനിയവിയ, യ ഖാല ഇല്ലൻ തജിദി അൽ ജാനിബൈനി മഅൻ ഫി ഫതാത്തിൻ ഫബി അയ് ജാനിബിൻ തുലഹിൻ അദ്ദീനി അമിദ് ദുനിയ. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ വാചകമുണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ്. നിങ്ങൾക്ക് സന്ദർഭം അനുസരിച്ചിട്ട് വിവരിക്കാനുണ്ടാകും, അല്ലെങ്കിൽ സ്റ്റോറി പൂർത്തിയാക്കാനുണ്ടാകും, ഈ സംഭാഷണത്തിൻ്റെ പൊരുളെഴുതാനും മറ്റും നിങ്ങൾക്ക് കാണാം. യാ ഖാല, അമ്മായി, എനിക്ക് രണ്ടും കൂടി ദുനിയാവും ദീനുമുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വെവ്വേറെയാണെങ്കിൽ ആരെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക? ദീനുള്ളവളെയാണോ അല്ലെങ്കിൽ ദുനിയാവുള്ളവളെയാണോ? ഖാലത് ബഅദ തഅമ്മുൽ, ഒരു നെടുവീർപ്പിട്ട ശേഷം അവൾ പറഞ്ഞു, ഇന്ന സാലിമൻ ഖവിയ്യുദ്ദീൻ, എൻ്റെ മകൻ സാലിം നന്നായിട്ട് ദീനുള്ളവനാണ്. ഇസ്തതിഉ അൻ യഹ്ദി സൗജതഹു വയുഅല്ലിമുഹ ഇല്ലൻ തകും മുതദയ്യിന, ഇനി അവൻ്റെ ഭാര്യയ്ക്ക് ദീനില്ലെങ്കിലും അവൻ അവളെ പഠിപ്പിച്ചു കൊള്ളും. വമലത് അയ്യാമും വശുഹൂർ, അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. യൗമൻ സാറത്തനി ഉമ്മു സാലിം, ഒരു ദിവസം എന്നെ സാലിമിൻ്റെ ഉമ്മ കാണാൻ വന്നു. വഫി യദിഹ ബിതാഖത്തി ദഅവ, അവളുടെ കൈകളിൽ ക്ഷണക്കത്തും ഉണ്ടായിരുന്നു. വഖാലത്ത്, അവൾ പറഞ്ഞു, ലാ ബുദ്ദ മിൻ തശ്രീഫി കയ്യാന ബിഹുലൂരി സിഫാഫ്, വിവാഹത്തിൻ്റെ വേളയിൽ താങ്കളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെയുള്ളൊരു ക്ഷണക്കത്തുമായിട്ടാണ് വന്നിരുന്നത്. മനിൽ ഉറൂസ്, ഞാൻ ചോദിച്ചു, ആരാണ് മണവാട്ടി? അൽ ആനിസ സമീയ ഇസ്മുഹ ജമീൽ, അവളുടെ പേര് നന്നായിരിക്കുന്നു. വഹി അജ്മൽ ബാരിയത്തുൽ ജമാൽ, അവൾ നല്ല ഭംഗിയുള്ളവൾ തന്നെയാണ്. റുഹ സമാനിയത്തു അസ്ര ആമ, അവളുടെ വയസ്സാകട്ടെ 18 മാത്രമാണ്. വദാരത്തിൽ അയ്യാം, അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വശാർത്തു ബി അന്നമ്മയും വാജിബി സിയാറത്ത് ഉമ്മു സാലിം ലിതഹ്നിയബത്തിയ, ആ മണവാട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് സാലിമിൻ്റെ ഉമ്മയെ കാണാൻ വേണ്ടി പോകാൻ എന്നെ പ്രേരിപ്പിച്ചു. തറക്കത്തു അൽ ബാബ, ഞാനങ്ങനെ വീട്ടിലേക്ക് പോവുകയും വാതിലിന് മുട്ടുകയും ചെയ്തു. വസ്തഖബൽതനി ഉമ്മു സാലിം, എന്നെ സാലിമിൻ്റെ ഉമ്മ വെൽക്കം ചെയ്തു. ബിഖഫാവത്തിൽ ബാലി, നല്ലൊരു വെൽക്കം. കൈഫ ഹാലു റൂസിക്കും, നിങ്ങളുടെ മണവാട്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ലഹറാല വജി ഉമ്മു സാലിം സഹാബത്തുൽ ഹുദിനി വൽ കാബ, ഞാൻ സാലിമിൻ്റെ ഉമ്മയുടെ മുഖത്ത് കോപം കൊണ്ടും ദുഃഖം കൊണ്ടുമുള്ള അടയാളങ്ങൾ കണ്ടു. വഹിയ തഖൂൽ, അവൾ പറയുന്നുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹി ബി ഖൈർ, അള്ളാഹുവിന് സ്തുതി, അവൾ നന്നായിരിക്കുന്നു. കമാ തസ്മൈ, നമ്മൾ കേട്ടതുപോലെ ഇന്നഹലാത്തു ഫാരിഖു അൽ മിദിയ ഇല്ലാ ഇല തിൽഫാസ്, അവൾ TV തുറക്കാനല്ലാതെ റേഡിയോ ഓണാക്കുകയില്ല. വൈലൽ ജവ്വാൽ, മൊബൈലിലേക്കുമല്ലാതെ. തുഹിബു അൽ ഐന, പാട്ട് പാടാൻ ഇഷ്ടമാണ്. വർ റഖ്സ്, ഡാൻസ് ചെയ്യാനും ഇഷ്ടമാണ്. സിനിമ വളരെ ഇഷ്ടമാണ്. വതഖ്ലീന ഹാറ ഫി ഷുർഫ, അവളുടെ രാവ് മുഴുവൻ അവൾ ബാൽക്കണിയിൽ തീർക്കുകയാണ്. ബത്തിയ, സ്റ്റുപ്പിഡ്, ജാഹില, ഇഡിയറ്റ്, ഒരു വിഡ്ഢിയാണ്. ലാ തഹിഫു ഹുഖൂഖുൽ ബൈത്തി വസൗജി, വീട്ടിലും ഭർത്താവിനും ചെയ്തു കൊടുക്കേണ്ട
കടമകൾ അവൾക്കറിയില്ല. വല താരിഫ് അൽ ഹലാല വൽ ഹറാം, ഹറാം ഏതാണ് ഹലാൽ ഏതാണ് എന്ന് പോലും അവൾക്ക് അറിയില്ല. വക്കൈഫ ഹാലു സാലിം, സാലിമിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? സാലിമും ഫി ഹുദൂഹി വസ്വബിരിഹി, അവൻ ശാന്തനും ക്ഷമയുള്ളവനുമാണ്. വഹുവ യുഹാവിലു തായിറു തിബായിയ, അവൻ അവളെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തജമ്മദത്തി അൽ കലിമാത്തു ഫി ഖൽക്കിയ, അവളുടെ മനസ്സിൽ അവൾ ഒരുപാട് വാക്കുകൾ അവസാനിപ്പിച്ചു. വദ്മോ തസീലു അല ഹദ്ദിഹ, അവളുടെ കണ്ണുനീർ അവരുടെ ചെള്ളയിലൂടെ അല്ലെങ്കിൽ മുഖത്തുകൂടെ ഒലിക്കാൻ തുടങ്ങി. വഹിയ തഖൂൽ, അവൾ പറയുന്നുണ്ടായിരുന്നു, സാലിമു യസ്തഹിഖു കുല്ലു ഖൈർ, സാലിം എല്ലാം അർഹിച്ചിരുന്നു. ലാക്കിൻ, പക്ഷേ ലൈസലഹു ഹല്ലുൻ, അവനതിനുള്ള വിധിയുണ്ടായിരുന്നില്ല. വതഹസ്സറത് വഖാലത്ത്, എന്നിട്ട് അവൾ പറഞ്ഞു, യാ ലൈതനി ഇഖ്തർതു സാലിഹ, അവൾ സങ്കടത്തോടെ പറഞ്ഞു, ഞാനൊരു സാലിഹത്തായ മരുമകളെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ. ബിഖലമി ഹനാൽ ലഹാം, അനാൽ ലഹാം എന്ന കഥാകൃത്തിൻ്റെ പേനകൾ കൊണ്ട് എഴുതിയത്. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ വ്യൂസ് ഇടുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള വീഡിയോസോടുകൂടെ നമുക്ക് ഒരുമിച്ച് പോകണം. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. താങ്ക് യു.